ആഴക്കടൽ ഖനനത്തിൽ പാരിസ്ഥിതികാഘാത പഠനം നടത്തേണ്ടത് കേന്ദ്ര ഏജൻസികളല്ലെന്ന് ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ റിപ്പോർട്ടറിനോട്. സംസ്ഥാന ഏജൻസികളെയും ഉൾപ്പെടുത്തി സംയുക്ത പരിശോധനയാണ് വേണ്ടത്. കടൽ ഖനനത്തിലെ റോയൽറ്റി സംസ്ഥാനത്തിന് വേണ്ടെന്നും മത്സ്യത്തൊഴിലാളികളെ വിറ്റ ഒരു കാശും വേണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഒരു മനുഷ്യനും അറിയാതെ ആഴക്കടലിൽ ഖനനം നടത്താനാണ് കേന്ദ്ര നീക്കം. ഒരു വർഷത്തിനുള്ളിൽ കേരളത്തിന്റെ തീരക്കടലിൽ തീവെട്ടക്കുള്ള നടക്കുമെന്നും മന്ത്രി സജി ചെറിയാൻ ആരോപിച്ചു. മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് കേൾക്കാം. വലിയ ഡ്രഡ്ജറുകളും കപ്പലുകളുമായി വന്നിട്ട് കടലിൽ തന്നെ ഡ്രഡ്ജ് ചെയ്ത് നേരെ കടലിൽ തന്നെ പ്രോസസ്സ് ചെയ്ത് നേരെ ഇത് കൊണ്ടുപോകാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് സംബന്ധിച്ചിടത്തോളം എല്ലാം കൃത്യതയോടുകൂടിയുള്ള ഒരു ഭേദഗതിയാണ് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നത്. അതുപോലെ പാരിസ്ഥിതിക പ്രശ്നം കടൽ കയറുമെന്നുള്ളൊരു ഉറപ്പാണ്. കാരണം ഇത്രയും ഖനനം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും കടലിന് അതിൻ്റെ ആഘാതം ഉണ്ടാകും. ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു 35,000 ലക്ഷം കോടി രൂപ ഏതാണ്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ്. അതിന് ഒരു കാരണവശാലും ഇത് അംഗീകരിക്കേണ്ട. ഇത് വലിയ തരത്തിലുള്ള അഴിമതി ഇതിന്റെ പിന്നാലെ വരാൻ പോകുന്നു. കാരണം ഇത് മുഴുവൻ കൊള്ളയാക്കി വലിയ സമ്പന്നന്മാർ ഇത് കൊണ്ടുപോകുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നാട് മാറും. റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. റോഷിപാൽ, വൺസ് അഗൈൻ ഗുഡ് മോർണിംഗ്. നമ്മുടെ സജി ചെറിയാൻ മിനിസ്റ്റർ പറയുന്നത് പോലെ കേന്ദ്ര ഏജൻസികൾ പോലും അല്ല പക്ഷേ യഥാർത്ഥത്തിൽ പഠനം നടത്താൻ ഇറങ്ങാൻ പോകുന്നത്. ഈ ടെൻഡർ വിളിച്ച കമ്പനി തന്നെ ആഘാത പഠനം നടത്തണം എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. ഇന്നലെ ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം LDF UDF എംപിമാർ അറിയിക്കുകയും ചെയ്തിരുന്നു. TN പ്രതാപനടക്കെ ആ കാര്യം പ്രതികരിച്ചിരുന്നു. ഈ വിഷയത്തിൽ എന്താണ് കേരളത്തിന്റെ നിലപാട്? ഫിഷറീസ് വകുപ്പ് മന്ത്രി പറയുന്നത് എന്താണ്? ഡോക്ടർ അരുൺകുമാർ, നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ നിലപാട് നിയമസഭയിൽ വ്യക്തമാക്കിയത് കടൽ മണൽ ഖനനം അത് ഉപേക്ഷിക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അതിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് പാരിസ്ഥിതിക സാമൂഹ്യ ആഘാതമാണ്. കാരണം ഈ കടൽ ഖനനം ആരംഭിച്ചു കഴിഞ്ഞാൽ അത് സംസ്ഥാനത്തിന്റെ പരിധിയിൽ 12 നോട്ടിക്കൽ മൈൽ പുറത്താണെങ്കിൽ പോലും ഏറ്റവും മികച്ച രീതിയിലുള്ള മത്സ്യസമ്പത്തുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഖനനം തുടങ്ങിയാൽ മത്സ്യബന്ധനത്തെ അത് കൃത്യമായി ബാധിക്കും. അത് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളെ പട്ടിണിയിലേക്ക് തള്ളിവിടും എന്ന് തന്നെയാണ് സർക്കാരിന്റെ സ്റ്റാൻഡ്. അതുകൊണ്ടാണ് സംയുക്ത പ്രമേയം നിയമസഭയിൽ അവതരിപ്പിച്ച് അത് കേന്ദ്ര സർക്കാരിന് അയച്ചു കൊടുക്കുകയും ചെയ്തത്. ഈ കാലയളവിൽ 5 വട്ടം സംസ്ഥാന സർക്കാർ ഈ ഖനനം ഉപേക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട കേന്ദ്ര സർക്കാരിന് കത്തയച്ചു. പക്ഷെ അനുകൂല പ്രതികരണം ഉണ്ടായില്ല. പക്ഷെ ഒടുവിൽ ഇങ്ങനെ സംസ്ഥാനം ആശങ്ക അറിയിച്ചുവെന്ന് ഖനന മന്ത്രി പാർലമെന്റിൽ അറിയിച്ചത് അത് സ്വാഗതാർഹമാണെന്ന് മന്ത്രി പ്രതികരിക്കുന്നു. ഏതായാലും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് ഖനനം ഉപേക്ഷിക്കണമെന്ന നിലപാടിൽ. അത് സാമ്പത്തിക പ്രശ്നങ്ങൾ ഈ മേഖലയിൽ ഉണ്ടാക്കും, സാമൂഹ്യാഘാതം കൂടെ ഉണ്ടാക്കും. അതിനു പുറമെ ഈ റോയൽറ്റി ആവശ്യമില്ല, സംസ്ഥാനം ഈ ഖനനത്തിലൂടെ വരുന്ന റോയൽറ്റി സ്വീകരിക്കില്ല എന്ന നിലപാട് കൂടി സർക്കാരിന് വേണ്ടി ഫിഷറീസ് മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഇതൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങളും എത്തിക്കുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടിയുണ്ട്. കാരണം ഖനനം നടക്കുമ്പോൾ ഒട്ടേറെ കപ്പലുകൾ വരും. അത് നിലവിലുള്ള മത്സ്യബന്ധന തൊഴിലാളികളുമായുള്ള ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ സാധ്യതയുണ്ട്. മാത്രവുമല്ല ഈ ഖനനം നടത്തി ഇതിന്റെ പ്രോസസ്സിംഗ് അടക്കം കടലിൽ തന്നെ നടത്തി അത് ഈ ഖനനം നടത്തുന്ന ആ ധാതുമണൽ പുറത്തേക്ക് കൊണ്ടുപോകും എന്ന ഒരു ആശങ്കയാണ് കേരളത്തിനുള്ളത്. അത് വലിയ രീതിയിൽ കടൽ കയറാനുള്ള സാധ്യതയൊരുക്കും. അങ്ങനെ തുടങ്ങിയ സംസ്ഥാന സർക്കാരിന്റെ ആശങ്ക, ഈ തീരമേഖലയിലുള്ളവരുടെ ആശങ്ക, അതൊന്നും ശ്രദ്ധിക്കാതെ അതൊന്നും പരിഗണിക്കാതെയാണ് കേന്ദ്രം മുന്നോട്ട് പോകുന്നത്. കേരള സംസ്ഥാന സർക്കാരിന്റെ ഏജൻസികളുടെ കൂടെ പങ്കാളിത്തത്തോടെയാണ് ഈ ഖനനവുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തേണ്ടത് എന്ന നിലപാടിൽ കൂടി സർക്കാർ ഉറച്ചു നിൽക്കുന്നു. ഇന്ന് മത്സ്യത്തൊഴിലാളികൾ സംയുക്തമായി പാർലമെന്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് മന്ത്രിയുടെ പ്രതികരണം. അരുൺകുമാർ, താങ്ക് യു. റോഷിപാലാണ് വിവരം നൽകിയത്. മത്സ്യത്തൊഴിലാളികളെ വിറ്റ ഒരു പൈസയും സംസ്ഥാന സർക്കാരിന് വേണ്ട എന്നാണ് ഇന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നമ്മളോട് പറഞ്ഞത്. എന്നാലും ആ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ആഴക്കടൽ ഖനനത്തിൽ നിന്ന് പിന്തിരിയണം എന്നുള്ളതാണ് LDF-ന്റെയും UDF-ന്റെയും പൊതു നിലപാട്.